Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുവാൻ പോകുന്നത് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഈ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് തമ്പുരാൻ്റെ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ യാതൊരു വിധത്തിലും തെറ്റല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തുകൊണ്ട് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ തെറ്റ് എന്ന് നമ്മൾ കാണുവാനായിട്ട് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്തു. ഒരുപക്ഷെ ചില പ്രേക്ഷകരിൽ നിങ്ങളിൽ ചിലർ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെയും അതുപോലെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുവാനുള്ള സൗകര്യത്തിനുമായിട്ട് അത് എൻ്റെ ക്ലാസ് റൂം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ചുരുക്കി പറയാൻ പറ്റുമോ? നമ്മൾ പ്രധാനമായിട്ട് 3 പോയിൻറ്റ്സ് കഴിഞ്ഞ ആഴ്ച. ഓക്കെ, ഡാലിയ. വിവാഹത്തിന്റെയും ദാമ്പത്തിക ധാർമ്മികതയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് ഘടകവിരുദ്ധമായുള്ള ഒരു പ്രവൃത്തിയാണ് കൃത്രിമ ഗർഭനിരോധനം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ മനസ്സിൽ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, ദാമ്പത്യധർമ്മത്തെക്കുറിച്ചൊക്കെയുള്ള ആ മനോഹരമായ പദ്ധതിക്ക് ഘടകവിരുദ്ധമാണ് നമ്മൾ കൃത്രിമമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത് എന്ന് ഡാലിയ നമ്മളോട് പറഞ്ഞു. വെരി ഗുഡ്. ഇനിയും ടോണി. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അവർ കൂടുതലും ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയെ ഒരു ഒബ്ജക്റ്റായി, ഒരു വസ്തുവായി മാത്രം, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വസ്തു എന്ന നിലയ്ക്കാണ് അവർ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാറുണ്ട്. ഒരു കൺസ്യൂമറിക് ആറ്റിറ്റ്യൂഡ്, അതായത് എല്ലാത്തിനെയും, വ്യക്തികളെ, ഈവൻ നമ്മുടെ ദമ്പതികളെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വസ്തുവായി കാണുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുന്നതിലൂടെ കടന്നു വരുവാനും നമ്മളെ അത് നശിപ്പിക്കുവാനും സ്നേഹം നമ്മളിൽ അറ്റുപോകുവാനും സാധ്യതയുണ്ട്. ടോണി വളരെ കൃത്യമായിട്ടത് പറഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ആരാത് ഷെയർ ചെയ്യുന്നത്? ഗർഭനിരോധന മാർഗം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിവാഹത്തിനടുത്ത ഉടമ്പടി ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കൂദാശപരമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്കറിയാം, നമ്മൾ 4 വിവാഹ വാഗ്ദാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ 4 വിവാഹ വാഗ്ദാനങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടാണ് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് സിനി പറഞ്ഞു. ഏതാണ് ഈ 4 വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നതെന്ന് അറിയാം? സ്വതന്ത്രം, സമ്പൂർണത, ഫലദായകം, വിശ്വസ്തത. ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. സ്വതന്ത്രമായി, വിശ്വസ്തയോടെ, സമ്പൂർണമായി, ഫലദായകമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്
ആ വിവാഹ ഉടമ്പടിയുടെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ അത് ലംഘിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങളും അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനൊരു 2-3 കാര്യങ്ങളും കൂടെ ഇതിനോട് ഞാൻ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്ലൈഡിലേക്ക് തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, ആണും പെണ്ണുമായി ദൈവം നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും ഒരു ശരീരമായി തീരുവാനുമുള്ള ഈ വലിയ കഴിവൊക്കെ ദൈവം നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്ത് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുവാനുള്ള ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പവർ, ദൈവത്തിൻ്റെ ഈ വലിയൊരു ക്രിയേറ്റീവ് ആ പവറിൽ നമ്മൾ പങ്കുകാരാകണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെക്കുറിച്ച് പ്രോക്രിയേറ്റേഴ്സ്, കുഞ്ഞുങ്ങൾ നമ്മളുണ്ടാകുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? പ്രോക്രിയേഷൻ എന്ന് പറയുമ്പോൾ പ്രോക്രിയേറ്റേഴ്സ്. അതേസമയം മൃഗങ്ങൾ എന്താ പറയുന്നത്? ദേ റീപ്രൊഡ്യൂസ്. മനുഷ്യരെന്താ ചെയ്യുന്നത്? പ്രോക്രിയേറ്റ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ വലിയ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കുകാരാകുവാനുള്ള വിളിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുക. നമ്മളിവിടെ എന്താണ് നമ്മൾ ചിന്തിക്കും? ഈ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ എഗ്ഗും സ്പേമും തമ്മിൽ യോജിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമാണ് എന്ന്. ഇത് എഗ്ഗും സ്പേമും മാത്രമായിട്ടുള്ള ഒരു ബ്ലോക്കല്ല, എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ദൈവത്തിൻ്റെയും നടുക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു വലിയ ബ്ലോക്കാണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? എനിക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമോ ഉണ്ടാകേണ്ടായോ, ഐ വിൽ ടേക്ക് കൺട്രോൾ ഓഫ് ഇറ്റ്, ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം എന്നുള്ള മനോഭാവത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ആ കഴിവിനെ നമ്മൾ നിശേഷം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ അതിന് ബ്ലോക്ക് ഇടുകയോ ചെയ്യുന്നതാണ് ഈ കൃത്രിമ ഗർഭനിരോധനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. വ്യക്തമായോ ഇത്? അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഈ സ്ലൈഡിലേക്ക് ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധ വിടുകയാണ്. ഈ സൈനിൽ നിന്ന് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? 2 വ്യക്തികൾ, ഒരുപക്ഷെ ഭാര്യ ഭർത്താവ്, അവരുടെ ജീവിതത്തിൽ കൃത്രിമ ഗർഭനിരോധനം ഉപയോഗിക്കുമ്പോൾ അവരെന്താണ് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, യഥാർത്ഥമായിട്ട് ഭാര്യയും ഭർത്താവും ദാമ്പത്യധർമ്മം അതിൻ്റേതായ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നിർവഹിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ്: ഞാൻ നിന്നെ സ്വതന്ത്രമായി സമ്പൂർണമായി വിശ്വസ്തയോടെ ഫലദായകമായി ജീവിതത്തിൻ്റെ അവസാനം വരെയും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു. ഇതാണ് സെക്ഷൽ യൂണിയൻ്റെ എക്സ്പ്രസീവ് മീനിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലൂടെ സെക്ഷൽ യൂണിയൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ബോഡി ലാംഗ്വേജ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായി മാറുന്നത്? നമ്മൾ അവിടെ പറയുന്നു, ഒരു പക്ഷേ നമുക്ക് ഭാര്യ ഭർത്താവിനോടല്ലേ, ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, പക്ഷേ എന്താണ് അവിടെ പക്ഷേ നമ്മൾ കൊടുക്കുന്നത്? ബട്ട് എന്താണ്? ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട്, ചില ഉപാധികൾ വെച്ചുകൊണ്ട്, ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട്. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള സ്നേഹമുണ്ടോ? ഇല്ല. എക്സ്പ്രസ് ചെയ്യുന്ന എന്താണ്? സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളാണ്. വീണ്ടും നമ്മൾ എന്താ പറയുന്നത്? ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ നമ്മളെന്താ നമ്മുടെ ആക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താ? പക്ഷേ
ചില കാര്യങ്ങളിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തിന് അതിന് ആ മാറ്റ് പോരാ. അപ്പോൾ ഇതാണ് കോൺട്രഡിക്റ്ററി ബോഡി ലാംഗ്വേജ്. നമ്മളെ തിയോളജി ഓഫ് ദ ബോഡിയിൽ ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ കണ്ടു, നമ്മുടെ ശരീരത്തിനൊരു പ്രോഫറ്റിക് ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ഒരുപക്ഷേ ശരിയായിട്ടുള്ള പ്രവാചകരാകാം, സത്യം വിളിച്ചു പറയുന്ന പ്രവാചകരാകാം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിലൂടെ. അതുപോലെ തന്നെ നമ്മൾ കള്ളം പറയുന്ന പ്രവാചകരായിട്ടും നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കള്ളം പ്രവചിക്കുവാൻ പറ്റും. അപ്പോൾ ശരിക്കും കോൺട്രാസെപ്ഷൻ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കള്ളപ്രവാചകരായിട്ട്, കള്ളം പ്രഖ്യാപിക്കുന്ന പ്രവാചകരായിട്ട് നമ്മൾ മാറുകയാണ്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് സൈഡിലേക്ക് നമുക്ക് പോകാം. ഈ സുരക്ഷിത ലൈംഗിക ബന്ധം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരുപക്ഷെ നമ്മളെ സെക്യുലർ കൾച്ചറിൽ നിന്ന് കേട്ടിട്ടുണ്ടാകാം. എന്ന് പറഞ്ഞാൽ സേഫ് സെക്സ്. അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കത്തിൽ അതിൽ അദ്ദേഹം എഴുതുന്ന ഇങ്ങനെയാണ്: സാങ്കേതിക വിദ്യയുടെ ആധുനിക സംസ്കാരം പടച്ചുവിടുന്ന സുരക്ഷിത ലൈംഗിക ബന്ധമെന്ന ആശയം ഒരു വ്യക്തിയുടെ ആകമാനമായ ആവശ്യങ്ങളെ പരിഗണിക്കുമ്പോൾ അത് ശരിക്കും ആത്യന്തികമായിട്ട് സുരക്ഷിതമല്ല. ദ സേഫ് സെക്സ് ഈസ് നോ മോർ സേഫ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇത് കുടുംബങ്ങളെയും വ്യക്തികളെയും അപകടത്തിലാക്കുന്നു. എന്താണ് അപകടം? സ്വന്തം ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള സത്യത്തിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ സേഫ് സെക്സിലൂടെ ചെയ്യുന്നത്. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് കുടുംബങ്ങൾക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് പുറം ലോകങ്ങളിൽ ഈ സേഫ് സെക്സ്, ഇന്ന് സ്കൂളുകളിൽ പോലും സേഫ് സെക്സ് എന്നും പറഞ്ഞ എഡ്യൂക്കേഷനുണ്ട്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ഈ സേഫ് സെക്സ് എഡ്യൂക്കേഷനുണ്ട്. അപ്പോൾ ഇവിടെയല്ല ഈ സേഫ് സെക്സ് എന്നിവർ പറയുന്നത്, അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു അത് സേഫ് അല്ല. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകൾക്കുമെല്ലാം എതിരായിട്ട് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. സോ ദാറ്റ് ഈസ് നോ മോർ സേഫ്. വി ആർ നോട്ട് സേഫ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് സേഫ് സെക്സ് ഇൻ ദ സെക്യുലർ കൾച്ചർ. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വേറൊരു ആശയം നമ്മൾ വളരെ വ്യക്തമായിട്ടിത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചതാണ്. അദ്ദേഹം നമ്മളെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും ഈ കോൺട്രാസെപ്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഇതാണ്, ഞങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആളുകൾ പറയുന്നു ഞങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുക, സ്ലൈഡിലേക്ക് നോക്കുക. ഇവിടെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, നമുക്ക് ഈ ഗർഭനിരോധന മാർഗങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മനസാക്ഷിക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സംവിധാനമില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണ് എന്ന് സഭ വളരെ വ്യക്തമായിട്ട് അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ ആറ്റിറ്റ്യൂഡ്, സഭയുടെ പഠനം എന്തുകൊണ്ടത് തെറ്റെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ സഭ അതിൻ്റെ അനുശാസനം എന്നും നിലനിർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അത് മാറ്റാൻ പാടില്ല. ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാവരും ഇനിയും ഈ കോൺട്രാസെപ്ഷൻ്റെ പുറകെ പോയാലും സഭയുടെ നിലപാടിതാണ്. കാരണം സഭ ദൈവത്തിൽ നിന്നുള്ള സത്യം സ്വീകരിച്ചുകൊണ്ട് അത് പ്രഘോഷിക്കുന്ന നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ പോൾ ആറാമൻ മാർപ്പാപ്പ 50 വർഷങ്ങൾക്ക് മുമ്പ് അത് 4 പ്രവചനങ്ങൾ, ഈ ലോകം എന്തായിത്തീരും, നമ്മൾ അബോർഷൻ അല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ജീവൻ്റെ വിലയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ കൂടുതലും
പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ എൻസൈക്ലിക്കലാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 4 പ്രവചനങ്ങളിൽ ആദ്യത്തേത് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. ആദ്യത്തേത്, അതായത് വളരെ അവിശ്വസ്തതയും ധാർമ്മിക പതനവും. നമ്മൾ ഈ കോൺട്രാസെപ്ഷൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ധാർമ്മികമായ അധപതനം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അവിശ്വസ്തതകളുണ്ടാകും. അതുപോലെ തന്നെ വിവാഹിതരല്ലാത്തവർ ധാരാളം ആളുകൾ ഈ ലൈംഗിക ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പുറപ്പെടും. അങ്ങനെ ഒരു മോറൽ ഡിസോർഡർ എല്ലായിടും ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് വിവാഹിതരല്ലാത്ത അമ്മമാർ ഒരുപാട് ലോകത്തിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഭവിഷ്യത്തുകൾ അദ്ദേഹം നമുക്ക് ഒരു പ്രവചനമായി നൽകി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്ലാസ്സിൽ ഈ അവിശ്വസ്തത എങ്ങനെയാണ് ഇത് ഈ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുമ്പം വളരുന്നത്? എങ്ങനെയാണ്? നമ്മൾ നാച്ചുറലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവിശ്വസ്തത, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ അവിശ്വസ്തത, ഇതൊക്കെ എങ്ങനെയാണ് വളരുന്നത് കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുന്നതിലൂടെ? എനിക്ക് തോന്നുന്നു ഈ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തനിക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടുകയാണ്. തൻ്റെ ഇപ്പോൾ ജീവിത ഭാര്യയോ ഭർത്താവിനെയോ ഇപ്പം ഇഷ്ടമില്ലെങ്കിൽ വേറൊരാളെ ചൂസ് ചെയ്യാം എന്നൊരു ഫ്രീഡം, അതിനൊരു കുഴപ്പമില്ല എന്നുള്ളൊരു ഫ്രീഡം കിട്ടുമ്പോഴാണ് അപ്പം തൻ്റെ ജീവിത പങ്കാളിയോട് ഒരു വിശ്വസ്തത കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോഴേ ഞാൻ വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അതിനുള്ള പല കൃത്രിമ മാർഗങ്ങളുമുണ്ട്. എനിക്ക് എവിടെ പോയി ആരുമായിട്ട് വേണമെങ്കിലും ബന്ധപ്പെടാം. ഈ ഒരു കൾച്ചർ, ഈ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: വിവാഹത്തിന് മുമ്പ് എന്തുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങൾ തെറ്റാണ്? എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ ശരീരം, ഇറ്റ് ഈസ് അവർ ബോഡി, ആൻഡ് വൈ ഷുഡ് വി വെയിറ്റ് ടിൽ മാരേജ്? വിവാഹം വരെ എന്തിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം? ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് ഞങ്ങൾക്ക് ശരീരം പങ്കുവെച്ചുകൂടെ? ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങളുടെ പിന്നിൽ ഒരു പക്ഷേ ഈ അഞ്ജു പറഞ്ഞ ഒരു ഫ്രീഡമാണ്. അതായത് എന്തുമാകാം, എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്തുമാകാം എന്നുള്ള ആ ഒരു വലിയ ഫ്രീഡം ചിന്ത. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? അവർ ഒന്നല്ല പല ആവർത്തികൾ തെറ്റിലേക്ക് അവർ വീണു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളും ഒരുപാടുണ്ട്, തിക്തമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് പോളാറാമൻ മാർപ്പാപ്പ വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷം മുമ്പ് അദ്ദേഹം പ്രവചിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും സഭ ഈ കൃത്രിമ ഗർഭനിരോധനം നമ്മളെ അനുവദിക്കുവാനേ പാടില്ല എന്ന്. ഇനിയും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പ്രവചനം ഇതാണ് പറയുന്നത്: ഈ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ സ്ത്രീകളോടുള്ള റെസ്പെക്റ്റ്, അവരോടുള്ള ഒരു ആദരവ് തന്നെ നഷ്ടപ്പെടും, സ്ത്രീകളുടെ ശക്തി തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ, റേപ്പ് കേസുകൾ, മനുഷ്യൻ ചിന്തിക്കാൻ പറ്റാത്തതിലും അധികം ക്രൂരമായ രീതിയിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നതാണ്. പോണോഗ്രഫി, അശ്ലീല കലയിൽ എന്താ സംഭവിക്കുന്നത്? അതുപോലെ നമ്മുടെ ചുറ്റും നോക്ക്, അഡ്വർടൈസ്മെൻറ്റ് നോക്ക്, ബിൽ ബോർഡ്സ് നോക്ക്, നമ്മുടെ ചുറ്റുകളും. ഇതിലെല്ലാം കൂടുതൽ വരുന്നത് ആരാണ്? ആവശ്യത്തിന് വസ്ത്രമില്ലാതെ സ്ത്രീ ശരീരം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന മോഡൽസൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇതും കോൺട്രാസെപ്ഷനുമായിട്ടുള്ള ബന്ധം എന്താ? പുരുഷനൊരു സ്ത്രീ ഒരു ഉപകരണമായിട്ട് അതിനകത്ത് കാണുന്നതായിട്ട്. ഓക്കെ. അതായത് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്കൊരു വയ്യായികയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു അവൾക്കൊരു താല്പര്യമില്ലായ്മയാണെങ്കിലും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇതിന് സ്ത്രീയെ അങ്ങനെ കാണുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ് പ്രഭ പറഞ്ഞത്. അതായത് സ്ത്രീയോടുള്ള ആദരവ് അത് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം അത് വെറും ഒരു ഒബ്ജക്റ്റായിട്ട് സ്ത്രീയെ കാണുക.
കാരണം കോൺട്രാസെപ്ഷനിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് പ്ലഷർ വേണം, അതിനുവേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് ഗർഭം ധരിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോൾ ഒക്കെ പ്ലഷർ വേണോ അപ്പോഴെല്ലാം എനിക്ക് നിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു വസ്തു എന്ന നിലയിൽ സ്ത്രീയെ കാണുമ്പോൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു പരിഗണനയും പുരുഷൻ കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് കൾച്ചർ പൊയ്ക്കൊണ്ടിരിക്കുക. അത് കുടുംബങ്ങളിലായാലും ശരി, നമ്മുടെ സമൂഹങ്ങളിലായാലും ശരി. അതുകൊണ്ടാണ് ഇത്രയും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, കൊച്ചു കുഞ്ഞുങ്ങൾക്കെതിരെ പോലും ഇത്രയും സെക്ഷൽ അബ്യൂസസ് ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ ഇതെല്ലാം പോൾ ആറാമൻ മാർപ്പാപ്പ 50 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാരണത്താൽ സ്ത്രീകളെ അവർ ശരിക്കും ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയുടെ തന്നെ മകുടമാണ്. ദൈവം ഈ ലോകത്തിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ ക്രൗണായിട്ട് പുരുഷനെ സൃഷ്ടിച്ചു. പക്ഷേ അതിനും അവൻ്റെയും ക്രൗണായിട്ട്, അവൻ്റെ അന്തസത്തയുടെ ഭാഗമായിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു. അത്രയും വലിയൊരു ഡിഗ്നിറ്റിയാണ് പുരുഷനും സ്ത്രീക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഇങ്ങനെയുള്ള കൃത്രിമ മാർഗങ്ങളിലൂടെ ആ സ്ത്രീയെ വെറും ഒരു ഭോഗ വസ്തുവായി കണ്ട് വെറും ഒരു സാധനത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന ഈ ബെഞ്ച് അല്ലെങ്കിൽ ഈ ഡെസ്ക് അല്ലെ ഈ പേന, എനിക്കിതിനെ സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്കിത് ഇഷ്ടമാണ്, പക്ഷേ എനിക്കിതിനെ സ്നേഹിക്കാൻ പറ്റുകയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സ്ത്രീകൾ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ കൃത്രിമ ഗർഭനിരോധന മാർഗമാണ്. ഇനി ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് വിടുകയാണ്. അധികാര ദുർവിനിയോഗമുണ്ടാകും, അബ്യൂസ് ഓഫ് പവർ. സിവിൽ അതോറിറ്റീസ് ഇത് മുതലെടുക്കും. നമ്മൾ ഈ കോൺട്രാസെപ്ഷൻ വളരെ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കാണുമ്പോൾ സിവിൽ അതോറിറ്റീസ് ഇത് മുതലെടുത്ത് അവർ അധികാരം ഉപയോഗിച്ച് ഇത് ആളുകളിൽ അടിച്ചേൽപ്പിക്കും. ഇത് 50 വർഷം മുമ്പ് പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഉദാഹരണം തോന്നുന്നുണ്ടോ? നമ്മുടെ രാജ്യങ്ങൾ, ബോബി, നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതികൾ വളർന്നു വരുമ്പം അത് സ്വാഭാവികമായിട്ടും അത് ഗവൺമെൻറ്റുകൾ അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടി തീരുമാനിക്കെടുക്കാൻ വഴിയുണ്ട്. ഓക്കെ. 2, ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ അബോർഷനുള്ള നിയമം, അതുപോലെ തന്നെ ചൈനയിലൊക്കെ ഇപ്പോൾ ഒരു കുട്ടി മതി എന്നുള്ള ഒരു നിയമം, ഇതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെ ഓരോ നിയമങ്ങൾ പാസ്സാക്കി തുടങ്ങും. ഓക്കെ. അപ്പോളേ ഇത് വളരെ വ്യക്തമായിട്ട് ബോബി പറഞ്ഞത്, നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകുമ്പോൾ സിവിൽ അതോറിറ്റീസ് നിയമങ്ങൾ കൊണ്ടുവരും. ഇന്ത്യയിൽ അബോർഷൻ എന്ന പാസ്സായെന്നറിയാവോ? നിയമം ലീഗലൈസ് ചെയ്തെന്നറിയാവോ? അബോർഷൻ ഇന്ത്യയിൽ വന്നതെന്നാ ലീഗലൈസ് ചെയ്തത്, നിയമമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല, 1971. അതിന് 2 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ അബോർഷൻ ലീഗലൈസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ രാജ്യങ്ങളെ നിയമങ്ങളാക്കാൻ ഒരുപാട് ലീഗലൈസേഷൻ, ഇതിപ്പോൾ ഈ അബോർഷൻ്റെ മാത്രമല്ല മറ്റുള്ള ലീഗലൈസേഷനും ഒരുപാട് നമ്മുടെ രാജ്യങ്ങൾ, ചുറ്റുപാടുകൾ, ലോകങ്ങളിൽ ഇന്ന് നടക്കുന്നത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനന്തരഫലമാണ്, തിക്തഫലമായിട്ടാണ്. ഇതും പോൾ ആറാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ വീണ്ടും നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കുക. അതിരില്ലാത്ത അധികാരം, നമ്മുടെ ശരീരത്തിന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അധികാരവും കൺട്രോളിങ് പവറും മനുഷ്യൻ ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പോൾ ആറാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചു. ഇത് നമ്മൾ മുന്നോട്ട് അനുവദിച്ചാൽ സയൻസിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു തരത്തിൽ മനുഷ്യനെ തന്നെ നിയന്ത്രിക്കും, അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കും. ഇത് വലിയ ഒരു അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. അപ്പം നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബീസ്, അതുപോലെ തന്നെ ക്ലോണിങ്, അതുപോലെ ഇപ്പോഴേ ജനറ്റിക്സ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിന് എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം അത് ജീൻസിൽ തന്നെ അവിടെ സയൻസ് പോയി മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ
ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ മനുഷ്യന് ഈ കോൺട്രാസെപ്ഷൻ ഒരു ഉപകരണമാകും എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഇന്ന് നമ്മുടെ ചുറ്റും പ്രായോഗികമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്താണ്? ആര് പറയും? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് ഒരു തടസ്സമിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം അവിടെ ഒരു വിച്ഛേദിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കൃത്രിമ ഗർഭനിരോധനത്തിലൂടെ ദൈവവും നമ്മളും തമ്മിലൊരു വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടാകുക. അത് വെറും എഗ്ഗും സ്പേമും തമ്മിലുള്ള ഒരു ബ്ലോക്കല്ല, ഇവൻ എഗ്ഗും സ്പേമും ദൈവവും തമ്മിലുള്ള ഒരു വലിയ ബ്ലോക്ക്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് കൃപ നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, സമൂഹത്തിലേക്ക് വരുവാൻ അതൊരു വലിയ തടസ്സമായി നിൽക്കുകയാണ്. കാരണം ദൈവവുമായിട്ടുള്ള ആ ലൈഫ് തന്നെ നമ്മൾ കട്ട് ഓഫ് ചെയ്തിരിക്കുക. വെരി ഗുഡ്. അടുത്ത പോയിന്റ്സ് അഞ്ജു. സേഫ് സെക്സ് എന്ന് പറയുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത തന്നെ ഒരു ആശയമാണ്, തെറ്റായ ഒരു ആശയമാണ്. കാരണം സമൂഹത്തെയും വ്യക്തികളെയും അതൊരു അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കാൻ കാരണമാകും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതാണ്, അഞ്ജു പറഞ്ഞത്, സേഫ് സെക്സ് ഈസ് നോ മോർ സേഫ് ഇൻ അവർ സൊസൈറ്റി. അത് വ്യക്തികളെയും സമൂഹത്തെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്നതാണ്. വെരി ഗുഡ്. ഇങ്ങനെയുള്ള മാർഗങ്ങൾ അവലംബിക്കുന്ന വ്യക്തികൾ സ്വന്തം മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിക്ക് അനുസൃതമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് പറയുന്ന ഇതാണ്. അങ്ങനെ ഒരു കാര്യം ഈ സഭയുടെ പഠനത്തിൽ അവരവരുടെ തീരുമാനമനുസരിച്ചൊരു കാര്യം എടുത്താൽ മതി എന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കൃത്രിമമായിട്ടുള്ള ഗർഭനിരോധന കാര്യങ്ങളിൽ സഭയ്ക്ക് അതിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും സഭ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ അനുവദിക്കുന്നതോ റെക്കമെൻഡ് ചെയ്യുന്നതോ അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇനി നമ്മൾ പോൾ ആറാമൻ മാർപ്പാപ്പായുടെ 4 പ്രവചനങ്ങൾ, 50 വർഷം മുമ്പുള്ള 4 പ്രവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് ആർക്കെങ്കിലും പറയാമോ? ആദ്യത്തെ പ്രവചനം എന്തായിരുന്നു എന്ന്? അവിശ്വസ്തത ഉണ്ടാകുന്നു, ധാർമ്മിക അധപതനം ഉണ്ടാകുന്നു. അപ്പോൾ മനുഷ്യന് ഒരുപക്ഷേ ദമ്പതികൾ തമ്മിൽ, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, അവിവാഹിതരിലെല്ലാം വളരെയധികം അവിശ്വസ്തപരമായിട്ടുള്ള, അവിശ്വസ്തത നിറഞ്ഞതായ ബന്ധങ്ങൾക്ക് ഇത് വഴിതെളിക്കും. അതുപോലെ തന്നെ ധാർമ്മികമായ അധപ്പതനം, മോറൽ ഡിസോർഡർ, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായി മൊറാലിറ്റി, ധാർമ്മികതയുടെ അധപ്പതനമെല്ലാം ഇത് 50 വർഷങ്ങൾക്ക് മുമ്പ് പോൾ ആറാമൻ മാർപ്പാപ്പ മുൻ കണ്ടുകൊണ്ട് ഇതിൻ്റെ അനന്തരഫലമായിട്ട് അദ്ദേഹം പ്രവചിച്ചതാണ്. ഇനി രണ്ടാമത്തെ ആർക്കാ പറയാൻ പറ്റുന്നത്? സ്ത്രീകളോടുള്ള ആദരവ് കുറയും, സ്ത്രീകളെ ഒരു വസ്തുക്കളായി കണക്കാക്കാൻ. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളോടുള്ള ബഹുമാനം, ദ റെസ്പെക്ട് ടു വിമൻ വിൽ ബി ലോസ്റ്റ്. ഒരു ഒബ്ജക്റ്റായിട്ട് സ്ത്രീകളെ കാണുവാൻ ഇതാ മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ കാലഘട്ടം നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനിയും മൂന്നാമത്തെ ബോബി, ഈ ചിന്താഗതി വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ ലീഗലൈസേഷൻ ഇതിൻ്റെ അനന്തരഫലമാണ്. പല ലീഗലൈസേഷനും നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് ഇതിൻ്റെ അനന്തരഫലമാണ്. സിവിൽ അതോറിറ്റീസ് ദേ വിൽ അബ്യൂസ് ദ പവർ. ഓക്കെ, നാലാമത്തെ ആരാ പറയുന്നത്? വ്യക്തി തന്റെ ശരീരത്തിന്മേൽ അതിരില്ലാത്ത അധികാരം നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് അധികാരമുണ്ട് എന്നുള്ള ഒരു തോന്നൽ. അതുകൊണ്ടാണ് പലരും, ഇന്ന് യുവജനങ്ങളാണെങ്കിലും മറ്റു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇറ്റ് ഈസ് മൈ ബോഡി, ഇറ്റ് ഈസ് മൈ ഫ്രീഡം, ഐ വിൽ ഡിസൈഡ്. ഞാൻ ആരുമായിട്ട് എൻ്റെ ശരീരം പങ്കുവെക്കണം, അത് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, എൻ്റെ മാതാപിതാക്കളോ സഭയോ ധാർമ്മികതയോ ഒന്നുമല്ല എന്ന്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ അറിയേണ്ടത് ഇതാണ്, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനമേറ്റെടുക്കുന്ന മനുഷ്യൻ അവൻ അധപ്പതനത്തിലേക്കാണ് പോകുന്നത്. അവിടെ നന്മയില്ല, തിന്മയാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപസംഹരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുവരെയും ബൈ ബൈ, ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ കോൺട്രാസെപ്ഷൻ്റെ മറ്റ് പല വശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ
നിങ്ങളിൽ പലരും ഉന്നയിച്ചു. എന്ത് ചെയ്യണം? പ്രത്യേക സാഹചര്യങ്ങളിൽ കുഞ്ഞു വേണ്ട എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ പറ്റും? അതുപോലെ തന്നെ ഏത് വിധത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ജനന നിയന്ത്രണം നമുക്ക് പ്രാവർത്തികമാക്കുവാൻ പറ്റും? തുടങ്ങിയ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഇതാ അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കാണും. ഗോഡ് ബ്ലസ് യു. John Paul II's Theology of the Body.